മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ജീവിതത്തിൻ ചോര ചിന്തിയ കഥകളോതിയ സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട. ആ ആട് ഇവിടുത്തെ കടലാസും ചവറും മൊത്തം തിന്നു. ഇനി കഞ്ഞോളോട് കൊടുക്കാനാ? ഇവിടെ ആരും കൊടുത്തില്ല. പാത്തു, എൻ്റെ ആട് പെറുമ്പോ സുബൈദാത്താനെ നീ മറക്കരുത് കേട്ടാ. നല്ല അടി വെച്ച് തരുന്നുണ്ട്. എൻ്റെ ആടിനെ എനിക്ക് കുറ്റം പറയാൻ വേണം, എൻ്റെ പാലും വേണം അല്ലേ? ഒന്നും രണ്ടാണ് ആർക്കറിയാത്തത്. എന്തപ്പട്ടിയോ മുന്നപ്പട്ടിയോ നാരായണക്കാർ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിയാ പറഞ്ഞത്. ഞാൻ പോവാ. അത് എനിക്ക് 2 പുഴ, അത് 2 ഒന്നിച്ച് വേണ്ട വലിയ പുഴയാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. ആരാ ഇവിടെ ചൂടമടിക്കുന്നേ? ഞാനാ. എന്താ പേര്? ബഷീർ. വലിയ തോതിൽ എഴുത്തുകാരനാ. 2.5 കൊല്ലത്തേക്കാണ്. ഞാനിവിടെ തനിച്ച. വീട്ടുകാർ എല്ലാവരും പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? 14 കൊല്ലം. അപ്പോൾ കൊലക്കുറ്റമാണല്ലേ? 1 കൊല്ലമായി. എന്തൊരു ജീവിതം! എനിക്ക് റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞോളൂ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവരും അറിയും. തരുമോ? ഇതെന്തൊരു ചോദ്യം ഇത്? തരുമോന്നോ? നാരായണി ഇവിടെ തന്നെ നിൽക്കണേ. നാരായണി, നാരായണി. എന്തോ റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ. ആ, വിളിച്ചിട്ടെന്താ ഇതുണ്ടാകും? കേൾക്കാനിതാ. ഞാൻ ചിന്തിക്കുകയായിരുന്നു. മതിലോ? അല്ല, ഓരോ പൂവിലും ഓരോ മട്ടിലും ഓരോ കിലയും. ഇതാ വരുന്നു. കിട്ടിയോ? കിട്ടി. ഞാൻ നട്ട് വെള്ളമൊഴിച്ചിട്ട് വരാം. എപ്പോഴും അതിൽ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പിടും. വരുമോ? വരും. നാരായണി പോയി നട്ടിട്ട് വരൂ. ഞാൻ ഉണക്ക കമ്പിടും. ഞാനത് നോക്കിയിരിക്കും. കണ്ടാൽ വരുമോ? വരും. കാണാൻ പോക്കാം. ആർക്കും വെക്കാം, എപ്പം വെക്കാം. രാജാവേ, രാജാവേ.